കാഞ്ഞിരവിളാകം ക്ഷേത്രം പ്രാചീന ഭാരതത്തിലെ ഗോത്ര സമ്പ്രദായങ്ങളുടെ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്കായിരുന്നു പ്രാധാന്യം എന്നാണ് നരവംശ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. അതുകൊണ്ടാകണം അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ ദേവതമാരുടെ സാന്നിധ്യം വളരെ കൂടുതലായി കാണപ്പെടുന്നു. ഇന്നത്തെ പരിഷ്കൃത ആരാധനാ സമ്പ്രദായത്തിന്റെ ആരംഭകാലത്തിന് അപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു നമ്മുടെ ദേവീപൂജ. കല്ലുകൾ, പീഠം, കലമാൻ കൊമ്പ് എന്നിവയ്ക്ക് പുറമെ വാൾ, ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ആയിരുന്നു ദേവതാ സങ്കല്പത്തിൽ വച്ച് പൂജിച്ചിരുന്നത്. പാതുകം, ചിലമ്പ്, തിരുമുടി എന്നിവയും ആരാധനാ മൂർത്തികളുടെ പ്രതീകങ്ങളായി മാറാറുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഉത്സവകാല താൽക്കാലിക ആരാധനാ ആലയങ്ങളാണ് മുടിപ്പുരകൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ദേവിയുടെ തിരുമുടിയിരിക്കുന്ന പുര എന്ന അർത്ഥത്തിലാണ് മുടിപ്പുര എന്ന പേര് വന്നത്. ഭക്തജനങ്ങളായ നാട്ടുകാരോ ഗ്രാമമുഖ്യരോ ഭരണാധികാരികളോ നേർച്ചയായി തിരുമുടികൾ നിർമ്മിച്ചു നൽകാൻ തുടങ്ങിയതോടെ ചില മുടിപ്പുരകൾ സ്ഥിരം ആരാധനാ കേന്ദ്രങ്ങളായി മാറി. മുടിപ്പുര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്പലങ്ങൾക്കൊക്കെയും ഇത്തരത്തിലുള്ള ചരിത്രമുണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രാചീന ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇതാണ് കാഞ്ഞിരവിളാകം ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പാളയം എയർപോർട്ട് റോഡിൽ പേട്ട എന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് വിശാലമായ പറമ്പിൽ ക്ഷേത്രം നിലകൊള്ളുന്നു. തികച്ചും കേരളീയ മാതൃകയിലാണ് ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും. ചരിത്രത്തിന്റെ ഭൂതകാല ഏടുകളിൽ തിരുമധുരപ്പെട്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ പേട്ട. വേളി മുതൽ പേട്ട, പാൽക്കുളങ്ങര പ്രദേശങ്ങൾ എല്ലാം ഒരു വിദൂര പൂർവകാലത്തിൽ നിബിഡ വനങ്ങളായിരുന്നു. കാഞ്ഞിരങ്ങൾ ഇടതൂർന്ന് വളർന്നു നിന്ന പ്രദേശത്തെ കാഞ്ഞിരവിളാകം എന്ന് വിളിച്ചു വന്നിരുന്നു. അങ്ങനെ അവിടെ കൂടിക്കൊണ്ട ദേവി ചൈതന്യം കാഞ്ഞിരവിളാകം ദേവിയായി. ഇവിടത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുമുടിയാണ്. തിരുമുടിയിൽ കുടികൊള്ളുന്ന ദേവി ഭദ്രകാളി തന്നെയാണ് എന്നാണ് വിശ്വാസം. ശിവന്റെ തിരുജടയിൽ നിന്നും ഉത്ഭവിച്ചവരാണ് ഭദ്രകാളിയും വീരഭദ്രനും എന്ന പുരാണ കഥയുടെ അവലംബത്തിലാണ് ഭദ്രകാളിയെ തിരുമുടിയിൽ ആരാധിച്ചു വരുന്നത്. പണ്ട് കാഞ്ഞിരവിളാകം ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് കുറച്ചുകൂടി കിഴക്ക് മാറിയായിരുന്നു. എന്നാൽ ക്ഷേത്രം ജീർണിച്ച് പുതുക്കിപ്പണി ആവശ്യമായി വന്നപ്പോൾ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് നീക്കി പണിയുകയായിരുന്നു. പ്രാചീന ക്ഷേത്രത്തിന് അനുബന്ധമായി ഉണ്ടായിരുന്ന കുളത്തിന്റെ കൽപ്പടവുകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും പഴയ സ്ഥാനത്ത് കാണാൻ സാധിക്കും. തിരുവിതാംകൂർ രാജവംശത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രം അതിപുരാതനമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ചിലമ്പിൽ 66/7/12 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പണിത്തരത്തിലുള്ള പഴമുകൊണ്ട് കൊല്ലവർഷത്തിലെ തീയതിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ കണക്കാക്കിയാൽ 1130 വർഷങ്ങളിൽ അധികം പഴക്കമുള്ള ചിലമ്പാകണം അത്. അതുകൊണ്ട് തന്നെ ആ ചിലമ്പ് വെച്ച് ആരാധിച്ചിരുന്ന ഈ ദേവസ്ഥാനത്തിനും അത്രത്തോളം തന്നെ പഴക്കം കാണും എന്ന് കരുതാം. ഒരു പക്ഷേ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആരാധനാ സങ്കേതമായി വികസിച്ചിരുന്നില്ല എങ്കിലും അതിപ്രാചീന കാലം മുതൽ ആരാധന നടത്തിയിരുന്ന ഒരു പുണ്യഭൂമിയാണ് ഇത് എന്ന് വേണം കരുതാൻ. ഇന്ന് അനേകം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ആരാധനാ ആലയമാണ് പേട്ടയിലെ കാഞ്ഞിരവിളാകം ക്ഷേത്രം. ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടപ്പോൾ നിരവധി ഉപക്ഷേത്രങ്ങളും ഉണ്ടായി. ചുറ്റമ്പലത്തിന് പുറത്ത് നാഗദേവതമാർ, കാലയക്ഷിയമ്മ, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, ബ്രഹ്മരക്ഷസ് എന്നിവർക്ക് ആരാധനാ സ്ഥലങ്ങൾ കൽപ്പിച്ചിരുന്നു. ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ ഗണപതി ക്ഷേത്രവും സമീപത്തായി ശാസ്താ ക്ഷേത്രവും ആണ് ഉള്ളത്.
ചുറ്റമ്പലത്തിന് പുറത്ത് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിന് അഭിമുഖമായും അല്പം വടക്ക് മാറിയും മഹാദേവൻ കുടികൊള്ളുന്ന ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രം കാണാം. അതിൽ നിന്നും വടക്ക് ഭാഗത്തേക്ക് നീങ്ങി ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശത്താൽ ധന്യമായ ക്ഷേത്രാങ്കണമാണ് ഇത്. ഇവിടുത്തെ ആൽത്തറയിലിരുന്ന് അദ്ദേഹം ക്ഷേത്ര കാര്യദർശികളുമായി സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആലിലകളിൽ കാറ്റ് വീശുമ്പോൾ ആ വിശ്വ ഗുരുവിന്റെ മഹാസന്ദേശങ്ങൾ നമ്മൾ അനുസ്മരിക്കും. കന്നിമാസത്തിലെ നവരാത്രി വിപുലമായി ആഘോഷിക്കപ്പെടുന്നു എങ്കിലും കുംഭത്തിലെ ഭരണിയിൽ തുടങ്ങി പൂരത്തിൽ അവസാനിക്കുന്ന 10 ദിവസത്തെ ആഘോഷമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ഈ ഉത്സവത്തോടൊപ്പം നടത്തുന്ന വില്ലിൽ തൂക്കം ചടങ്ങിൽ മറ്റ് അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 5നും 12നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് പങ്കെടുക്കുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് അമ്പലം പുതുക്കി പണിതത്.